the next part of the next part of Nagamandala. They all they all talk animatedly. New flames come and join them. They group and regroup, chattering. So we were discussing about the gathering of lamps and what they speaks during the night, and all these was witnessed by the man, and he was a playwright. And again the lamps so many lamps came and joined the group, and they started chattering, and they were talking about the things that was happening in their master's house. അപ്പോൾ അവരുടെ മാസ്റ്ററുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുകയും അവരതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. So they were discussing about all those things. Now man to the audience. I had heard that when lamps are put out in the village, the flames gather in some remote place and spend the night together gossiping. So this is where they gather. So now the man is speaking to the audience. So before that you should keep in mind that the play is staged. So ഈ ഒരു പ്ലേ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലേ ആണ്. സോ യു കുഡ് സീ ദ കോറസ് ഹിയർ, യു കുഡ് സീ ദ മാൻ സ്പീക്കിംഗ് ടു ദി ഓഡിയൻസ് ഓൾസോ. സോ ഇവിടെ ഇപ്പം മാൻ എന്താണ് ചെയ്യുന്നത്, ഹീ ഈസ് സ്പീക്കിംഗ് ടു ദി ഓഡിയൻസ് ആൻഡ് ഹീ ഈസ് ടെല്ലിംഗ് ദ ഓഡിയൻസ് അബൌട്ട് ദ സ്ട്രേഞ്ച് ഒക്കറൻസ്. അപ്പോൾ ഈ ഒരു ഒക്കറൻസിനെ പറ്റിയിട്ട് ഈ മാൻ ആരോട് പറയാണ്, ഓഡിയൻസിനോട് പറയാണ്. സോ ഹീ ഈസ് ടെല്ലിംഗ് ദാറ്റ് ഇവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഈ വില്ലേജിൽ ഈ ലാംപ്സ്, അതായത് ഈ ഒരു ടൈമല്ല, പണ്ടത്തെ കാലത്ത് ഈ ഓരോ വിളക്കുകൾ കത്തിച്ച് വെക്കുന്ന വിളക്കുകൾ ഉണ്ടാവുമല്ലോ, മണ്ണെണ്ണ വിളക്ക്, അതുപോലെ തന്നെ പലതരം എണ്ണയിൽ കത്തുന്ന വിളക്ക്. അപ്പോൾ ആ വിളക്കുകളൊക്കെ അണച്ചു കഴിഞ്ഞാൽ, വീട്ടുകാരത് അണച്ചു കഴിഞ്ഞാൽ ഈ വിളക്കുകളുടെ തിരികളൊക്കെ നാളങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒരു റിമോട്ട് ഏരിയയിൽ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരു ഏരിയയിൽ പോയിട്ട് എന്ത് ചെയ്യും, ഗ്യാദർ ചെയ്യും. അവിടെ ഗ്യാദർ ചെയ്തിട്ട് അവിടെ അവരെന്ത് ചെയ്യും, ഓരോ കാര്യങ്ങൾ അന്നന്ന് വീട്ടിൽ നടന്ന കാര്യങ്ങളും എല്ലാതും എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു റൂയിൻ ടെമ്പിളാണ് ആ ഒരു പെർട്ടിക്കുലർ വില്ലേജിലെ എന്താണ് ലാംപ്സിൻ്റെ ഗ്യാദറിങ് പ്ലേസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. ഓക്കെ, നൗ a new flame enters and is enthusiastically greeted. You are late. It was well past midnight. There was such a to do in our house tonight. What happened? Tell us. അപ്പോൾ ഒരു പുതിയ ഫ്ലെയിം അവരെ ജോയിൻ ചെയ്യുന്നു. ആൻഡ് ദ ഫ്ലെയിം വൺ ഇസ് ആസ്കിങ് വൈ ആർ യു സോ ലേറ്റ്, സോ ഇറ്റ് ഇസ് പാസ്റ്റ് മിഡ് നൈറ്റ്. സോ ദ lamp replies that there were many things to do in the house and hence I was late. So he is eagerly asking, flame one is eagerly asking what all things had happened in your house. So അതിനൊരു റിപ്ലൈ ആയിട്ട് ന്യൂ ഫ്ലെയിം പറയുന്നത് എന്താണ്, you know I have only an old couple in my house. Tonight, the old woman finished eating, swept and cleaned the floor, put away the pots and pans and went to the room in which her husband was sleeping. അപ്പോൾ ഈ ന്യൂ ഫ്ലെയിം പറയാണ്, എൻ്റെ വീട്ടിൽ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ഓൾഡ് കപ്പിളാണ് താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ ദിവസം ആ വീട്ടിലെ ആ ഓൾഡ് വുമൻ, ആ സ്ത്രീ എന്ത് ചെയ്തു, ഷീ ഡിഡ് ഓൾ ഹർ ഹൗസ് ഹോൾഡ് കോഴ്സ് ആൻഡ് ഷീ വെൻ ടു ദ റൂം ഇൻ വിച്ച് ഹർ ഹസ്ബൻഡ് വാസ് സ്ലീപ്പിംഗ്. അതായത് ഹസ്ബൻഡ് സ്ലീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉറങ്ങുന്ന റൂമിലേക്ക് ചെന്നു. And what should she see but a young woman dressed in a rich new sari step out of the room. The moment the young woman saw my mistress, she ran out of the house and disappeared into the night. അപ്പോൾ എന്താ കണ്ടത്, ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടത് എന്താണ്, ഒരു ചെറുപ്പക്കാരി എന്ത് ചെയ്യുന്നു, നല്ല ഒരു റിച്ച് സാരിയിൽ ഡ്രസ്സ് ചെയ്ത് നിൽക്കുന്നതും നമ്മളുടെ ഈ ഒരു ഓൾഡ് വുമനെ കണ്ടതും പുറത്തേക്ക് ഇറങ്ങി രാത്രിയിൽ എവിടെയോ ഓടി മറിഞ്ഞതുമാണ് ആര് കണ്ടത്, ഈ സ്ത്രീ കണ്ടത്. The old woman woke her husband up and questioned him, but he said he knew nothing, which started the rumpus. അപ്പോൾ ഓൾഡ് വുമൺ എന്ത് ചെയ്യാണ്, ഉറങ്ങുന്ന ഹസ്ബൻഡിനെ വിളിച്ചുണർത്തിട്ട് ആരാതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഹസ്ബൻഡിന് എന്തായി, ഹസ്ബൻഡിന് ഇതൊന്നും ആരാന്ന് പോലും അറിയില്ലായിരുന്നു. So but who was the young woman? How did she get into your house? അപ്പോൾ ഈ ഫ്ലെയിംസ് എല്ലാവരും കൂടെ ചോദിക്കുകയാണ് ആരായിരുന്നു ആ വുമൺ, എന്തായിരുന്നു ആ വുമൺ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ വുമൺ അവിടെ വന്നത്. And let me explain. My mistress, the old woman, knows a story and a song, but all these years she has kept them to herself, never told the story, nor sung the song. So the story and the song were being choked, imprisoned inside her. This afternoon the old woman took her usual nap after lunch and started snoring. The moment her mouth opened, the story and the song jumped out and hid in the attic.
At night, when the old man had gone to sleep, the story took the form of a young woman and the song became a sari. The young woman wrapped herself in the sari and stepped out just as the old lady was coming in. Thus, the story and the song created feud in the family and were revenged on the old woman. അപ്പോൾ what the flame replied is that ഈ ഒരു സ്ത്രീക്ക് and the old woman knew a song and a story from past itself. So ഉള്ളിലൊരു കഥയും ഒരു പാട്ടും ഉണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഷീ നെവർ പാസ്ഡ് ഇറ്റ് ടു എനിവൺ. അത് ആരോടും പറയുകയോ അല്ലെങ്കിൽ ആ പാട്ട് ആർക്കെങ്കിലും വേണ്ടി പാടുകയോ ആരും ചെയ്തില്ല, ഈ ഓൾഡ് വുമൺ ചെയ്തില്ല. സോ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങണ സമയത്ത് ഷി വാസ് ടു ടയേർഡ്, ഷി സ്റ്റാർട്ട് സ്നോറിങ്. ഉറങ്ങണ ചെറിയ നാപ്പ്, ഉച്ചയ്ക്കുള്ള ഉറക്കത്തിൻ്റെ ടൈമിൽ എന്ത് ചെയ്തു, കൂർക്കം വലിക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് ടൈം ദ സ്റ്റോറി ആൻഡ് സോങ് ജംപ്ഡ് ഔട്ട് ഓഫ് ഹെർ മൗത്ത്. അപ്പോൾ ഈ വായൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്റ്റോറിയും സോങ്ങും ജമ്പ് ചെയ്ത് പുറത്ത് വന്നു. ആൻഡ് ദേ hid in the attic and afterwards ഈ വീട്ടിലുള്ള ഈ സ്ത്രീ പണിയിലുമായിരുന്നു. ആൻഡ് നമ്മളുടെ വോട്ട് ടു സേ നമ്മളുടെ ഓൾഡ് വുമൻ്റെ ഹസ്ബൻഡ് ഉറങ്ങുകയായിരുന്നു. സോ ഈ ടൈം ആപ്റ്റായി തോന്നിയിട്ട് എന്ത് ചെയ്തു, ഈ സ്റ്റോറി ഒരു ലേഡി ആവുകയും സാരി ഒരു സോങ് ഒരു സാരി ആയി മാറുകയും ചെയ്തു. ആൻഡ് ഈ ഒരു സോങ് എന്ത് ചെയ്തു, നമ്മളുടെ ഈ സ്റ്റോറീനെ റാപ്പ് ചെയ്തു. ഒരു യങ് വുമൺ ഈ സാരി ചുറ്റിയ പോലെ സോങ് സ്റ്റോറീനെ ചുറ്റി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഷീ വാസ് ഗെറ്റിംഗ് ഔട്ട്സൈഡ് ദ ഹൗസ് ആൻഡ് ദാറ്റ് ടൈം ഓൾഡ് വുമൺ കെയിം ഇൻ ടു ദ റൂം. അപ്പോൾ ഇവർ ഈ ഒരു സോങ് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു സോങ്ങും സ്റ്റോറിയും പുറത്തേക്ക് പോകുന്ന സമയത്താണ് ആര് വന്നത്, ഈ ഓൾഡ് ലേഡി വന്നത്. ആൻഡ് അങ്ങനെയാണ് ആളോടുള്ള റിവെഞ്ച് അല്ലെങ്കിൽ ഓൾഡ് ലേഡീനോടുള്ള റിവെഞ്ച് ആര് തീർത്തത്, സ്റ്റോറിയും സോങ്ങും തീർത്തത്. കാരണം ഇത്രയും കാലം ഉള്ളിൽ തന്നെ വെച്ചിരിക്കുമായിരുന്നല്ലോ, അത് പുറത്ത് ആരോടൊന്നും പറയുകയൊന്നും ചെയ്തില്ല. സോ അതുകൊണ്ട് ആ ഒരു റിവെഞ്ച് തീർത്തത്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ പുതിയൊരു ഫ്ലെയിം വന്നു. ആ ഫ്ലെയിമിൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു ഓൾഡ് കപ്പിളാണുള്ളത്. അതിൽ ഹസ്ബൻഡ് ഉറങ്ങുന്ന സമയത്ത് വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് ഈ ഭാര്യ റൂമിലേക്ക് വന്നപ്പോൾ ഒരു യങ് ലേഡി ഹസ്ബൻഡിൻ്റെ റൂമിൽ നിന്ന് പോകുന്നത് കണ്ടു. പക്ഷേ ഹസ്ബൻഡിനോട് ഉണർത്തി ചോദിച്ചപ്പോൾ ഹസ്ബൻഡിന് അറിയില്ല. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഈ ഒരു ഫ്ലെയിം പറയുകയാണ്, ഈ ഒരു ഓൾഡ് വുമൻ്റെ ഉള്ളിൽ ഒരു സോങ്ങും ഒരു കഥയും ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഷീ നെവർ പാസ്ഡ് ഇറ്റ് ടു എനിവൺ. ആ ഒരു പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കൊരു നാപ്പ് എടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോറിയും ഈ ഒരു സോങ്ങും എന്ത് ചെയ്തു, വായിൽ നിന്ന് പുറത്തേക്ക് ചാടി. ആൻഡ് ദേ ഹിഡ് ഇൻ ദ റൂം. സോ ഈ രാത്രി ഹസ്ബൻഡ് ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് വൈഫ് അവിടെ പണിയിലാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോറി ഒരു ഗേൾ ആയിട്ട് മാറി. ആൻഡ് സാരി എന്തായി, സോങ് എന്തായി, ഒരു സാരി ആയിട്ട് മാറി. സോ ഇതാണ് നടന്നത്. ഓക്കെ, സോ ഇഫ് യു ട്രൈ ടു ഗാഗ് വൺ സ്റ്റോറി another happens, but where are they now? The poor things. How long will they run around in the dark? What will happen to them? അപ്പോൾ അവരെവിടെ പോയി ധാരാ ചോദിക്കുന്ന ഫ്ലെയിംസൊക്കെ ചോദിക്കുകയാണല്ല ഈ രാത്രി. ഈ ഒരു സ്റ്റോറിയും സോങ്ങും എവിടെ പോകുന്നതാണ് ആര് ചോദിക്കുന്നത്.